2004-ലും 2014-ലും ഇടയിൽ തുടർച്ചയായി 2 തവണ ഉന്നത പദവി വഹിച്ച മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ വളർച്ചയുടെ പാതയെ മാറ്റിമറിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ശില്പിയായി കണക്കാക്കുന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ പ്രധാനമന്ത്രി. ഉന്നത പദവി ഏറ്റെടുക്കുന്നത് ആദ്യത്തെ സിഖ് മൻമോഹൻ സിംഗ് കൂടിയാണ്. മൃദു സംഭാഷകനായ സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം നേരത്തെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിൻ്റെ തലവനായിരുന്നു. ധനകാര്യ സെക്രട്ടറിയായും മന്ത്രിയായും സേവനമനുഷ്ഠിക്കുകയും പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുകയും ചെയ്തു. മൻമോഹൻ സിംഗിൻ്റെ കരിയറിൻ്റെ രൂപപ്പെടുത്തുന്നതും 100 കോടിയിലധികം ഇന്ത്യക്കാരിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയതുമായ നാഴികക്കല്ലുകൾ ഇവിടെയുണ്ട്. ഒന്നാമതായി, സാമ്പത്തിക ഉദാരവൽക്കരണം. 1991-ൽ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് കീഴിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയായി നിയമിച്ചത്. അക്കാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയായിരുന്നു. രാജ്യത്തിൻ്റെ വിദേശ കരുതൽ ശേഖരം അപകടകരമാം വിധത്തിൽ താഴ്ന്ന നിലയിലാണ്. 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് ശേഷം പണം നൽകാൻ പര്യാപ്തമല്ല. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച ഒഴിവാക്കാൻ മൻമോഹൻ സിംഗ് അതിൻ്റെ നിയന്ത്രണം എടുത്തു കളയാനുള്ള മുൻകൈയെടുത്തു. അല്ലാത്ത പക്ഷം അത് അസമ്പന്നമാണ്, അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിൻ്റെ സർക്കാരിലെയും പാർട്ടിയിലെയും അംഗങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉണ്ടായിട്ടും മൻമോഹൻ സിംഗ് വിജയിച്ചു. കറൻസിയുടെ മൂല്യശോഷണം, ഇറക്കുമതി ചുങ്കം കുറയ്ക്കാൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളെ സ്വകാര്യവൽക്കരിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ധീരമായ നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. 1991-ൽ തൻ്റെ ആദ്യ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഭൂമിയിലെ ഒരു ശക്തിയും ആരുടെ സമയമായ ഒരു ആശയത്തെയും തടയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞതായി പ്രസിദ്ധമായി ഉദ്ധരിച്ചു. പിന്നീട് പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് തൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തുടർന്നു. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്തു. ൂകതയുള്ള പ്രധാനമന്ത്രി. 2004-ലെ തെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാരിനോട് അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങി കോൺഗ്രസ് പാർട്ടി തിരിച്ചുവരവ് നടത്തി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർട്ടിയെ ഒരു വലിയ ജനവിധി നേടാൻ സഹായിച്ചു. എന്നാൽ വിമർശകർ അദ്ദേഹത്തെ ഗാന്ധി കുടുംബം നിയന്ത്രിക്കുന്ന വിദൂര നിയന്ത്രിത പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചു. ഇത്തരം ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ സിംഗ് പലപ്പോഴും വിസമ്മതിക്കുകയും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി എന്ന നിലയിൽ തൻ്റെ ആദ്യ ദൗത്യം അദ്ദേഹം കുറച്ച് വിമുഖതയോടെ ആരംഭിച്ചതായിരിക്കാം. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ അധികാരം ഉയർന്ന ജോലിയിൽ മുദ്രകുത്തി. സിംഗിൻ്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് 2004-ലും 2009-നും ഇടയിൽ രാജ്യത്തെ GDP ശരാശരി 8% വേഗത്തിൽ വളർന്നു. പ്രധാന സമ്പദ് വ്യവസ്ഥകൾ രണ്ടാമത്തെ വേഗതയേറിയതാണ്. കാര്യങ്ങളിൽ അദ്ദേഹം ധീരമായ തീരുമാനങ്ങൾ എടുക്കുകയും രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം കൊണ്ടുവരികയും ചെയ്തു. 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചതിന് വിദഗ്ധർ അദ്ദേഹത്തെ പ്രശംസിച്ചിരുന്നു. എന്നാൽ വ്യത്യസ്തമായ ഒരു കൂട്ടം പാർട്ടിക്കാരുമായുള്ള സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ 2ാം ടേമിൽ അദ്ദേഹത്തിൻ്റെ ചില ക്യാബിനറ്റ് മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളാൽ അടയാളപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സത്യസന്ധത ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടില്ല. ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി 2014 പ്രധാനമന്ത്രി എന്ന നിലയിൽ തൻ്റെ അവസാന പത്രസമ്മേളനത്തിൽ ചരിത്രം തന്നെ വ്യത്യസ്തമായി വിലയിരുത്തുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സമകാലിക മാധ്യമങ്ങളെക്കാൾ അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ചരിത്രം എന്നോട് ദയ കാട്ടുമെന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സംഖ്യാരാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളും നിർബന്ധിതങ്ങളും കണക്കിലെടുത്ത് സാഹചര്യങ്ങളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും ഞാൻ ചെയ്തുവെന്ന് കരുതുന്നു, അല്ലെങ്കിൽ മികച്ചത് ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തെ ഇന്നും സ്വാധീനിക്കുന്ന ദൂരവ്യാപകമായ നിരവധി തീരുമാനങ്ങൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ സിംഗ് എടുത്തു. ഗവൺമെൻറ്റിൽ നിന്ന് വിവരങ്ങൾ നേടാനുള്ള അവകാശം ശക്തിപ്പെടുത്തുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്ന പുതിയ നിയമങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കാനുള്ള അസാധാരണമായ അധികാരം പൗരന്മാർക്ക് അനുവദിച്ചു. കുറഞ്ഞത് 100 ദിവസത്തേക്ക് ഉപജീവനമാർഗം ഉറപ്പ് നൽകുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗ്രാമീണ വരുമാനത്തിലും ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയതായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നു.
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഒരു നിയമവും അദ്ദേഹം കൊണ്ടുവന്നു. ഇത് സ്കൂൾ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറയ്ക്കുന്നു. സാമ്പത്തിക വളർച്ച ഉൾപ്പെടുത്തൽ മെച്ചപ്പെടുത്തുന്നതിനും പാവപ്പെട്ടവർക്ക് ക്ഷേമാനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുമായി അദ്ദേഹത്തിൻ്റെ സർക്കാർ ആധാർ എന്ന പേരിൽ ഒരു സവിശേഷ ഐഡന്റിറ്റി പ്രോജക്റ്റ് അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഫെഡറൽ ഗവൺമെന്റ് ആധാറിലെ അതിൻ്റെ പല നയങ്ങൾക്കും അടിസ്ഥാന ശിലയായി നിലനിർത്തുന്നത് തുടരുകയാണ്. വിരുദ്ധ കലാപത്തിന് ക്ഷമാപണം. 1984 ഉത്തരേന്ത്യയിലെ അമൃത്സറിൽ സിഖ് മതത്തിൽ ഏറ്റവും വിശുദ്ധമായ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന വിഘടനവാദികൾക്കെതിരെ അവർ ഉത്തരവിട്ട സൈനിക നടപടികൾക്ക് പ്രതികാരം ചെയ്യാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ അംഗരക്ഷകർ കൊലപ്പെടുത്തി. അവരുടെ മരണം 3000-ലധികം സിഖുകാരുടെ മരണത്തിനും അവരുടെ സ്വത്ത് വ്യാപകമായ നാശത്തിനും കാരണമായി. 2005 പാർലമെന്റിൽ മൻമോഹൻ സിംഗ് ഔപചാരികമായി രാജ്യത്തോട് ക്ഷമാപണം നടത്തി. ആക്രമണങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദേശീയത എന്ന സങ്കല്പത്തിന്റെ നിഷേധമാണ്. സിഖ് സമൂഹത്തോട് മാപ്പ് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സിഖ് സമൂഹത്തോട് മാത്രമല്ല, മുഴുവൻ ഇന്ത്യൻ രാഷ്ട്രത്തോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. US-മായി ഇടപെടുക. 1998 ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യയുടെ ആണവ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കൽ. 2008 US-മായി മൻമോഹൻ സിംഗ് ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ആരോഗ്യകരമായ വളർച്ചാ നിരക്ക് നിലനിർത്തുന്നതിനും ഈ കരാർ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സർക്കാർ വാദിച്ചു. ഇന്ത്യ-US ബന്ധങ്ങളിലെ ഒരു നീചമായി കാണുന്ന കരാർ US-മായി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളും സിവിലിയൻ ആണവ വ്യാപാരം ആരംഭിക്കുന്നതിന് ഇന്ത്യ ഇളവ് നൽകും എന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ വിദേശ നയത്തിൽ ഇന്ത്യയുടെ പരമാധികാരവും സ്വാതന്ത്ര്യവും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കരാറിൽ വിമർശിക്കുന്നവർ ആരോപിച്ചതോടെ അത് വലിയ എതിർപ്പ് നേരിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി ഭരണ സംവിധാനത്തിന് പിന്തുണ പിൻവലിച്ചു. എന്നിരുന്നാലും മൻമോഹൻ സിംഗ് തൻ്റെ സർക്കാരിൻ്റെയും ഇടപാടിനെയും നിലനിർത്താൻ കഴിഞ്ഞു. 28 ഡിസംബർ 2024 മൻമോഹൻ സിംഗിന് ചിത തെളിയിച്ചു മകൾ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ശനിയാഴ്ച രാജ്യ തലസ്ഥാനത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചു. പരിഷ്കരണവാദിയായ മുൻ പ്രധാനമന്ത്രിയോട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വിശിഷ്ടാതിഥികളും വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഉപീന്ദർ സിംഗ് ശവസംസ്കാരത്തിൽ ചിത കൊളുത്തി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു, വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ നിഗംബോധ് ഘട്ടിൽ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി വദ്ര എന്നിവരുൾപ്പെടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പങ്കെടുത്തു. പുരോഹിതന്മാരും കുടുംബാംഗങ്ങളും വിശുദ്ധ കുർബാനയിൽ നിന്ന് മതപരമായ സ്തുതികൾ ചൊല്ലി. അതേസമയം സിഖ് ആചാരപ്രകാരം സിംഗ് സംസ്കരിക്കപ്പെടുമ്പോൾ സജ്നം വഹേഗുരു എന്ന ഗാനങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. സിംഗിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അഗ്നിജ്വാലകളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് സുരക്ഷാ സേന 3 വോളി ചെറു ആയുധങ്ങളുടെ സല്യൂട്ട് നൽകി. പ്രധാനമന്ത്രിയുടെ ബഹുമാന സൂചകമായി ബഗ്ലർമാർ അവസാന പോസ്റ്റ് മുഴക്കി. കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പുഷ്പങ്ങളാൽ അലങ്കരിച്ച പെട്ടിയിലും വണ്ടിയിലും വെച്ചിരുന്നു. ലുട്യൻസ് ഡൽഹിയിലെ മോത്തിലാൽ നെഹ്റുവിന്റെ വസതിയിൽ 33 വർഷമായി അദ്ദേഹം പാർലമെന്റിന്റെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. കോൺഗ്രസ് ഓഫീസിൽ ഖാർഗെ, വദ്ര എന്നിവരുൾപ്പെടെ തങ്ങളുടെ പ്രിയ നേതാവിന് സമൃദ്ധമായ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും ജനങ്ങളും തുടർന്ന് AICC ഓഫീസിൽ നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് മുൻ പ്രധാനമന്ത്രിയുടെ അന്ത്യയാത്ര ആരംഭിച്ചു. അവിടെ ജാഥ 11:30 എത്തി. AICC ഓഫീസിൽ നിഗംബോധ് ഘട്ടിലും ജനക്കൂട്ടം തടിച്ചുകൂടി. സിംഗിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം രാവിലെ 9 മണിക്ക് അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടു. മൻമോഹൻ സിംഗ് അമർ രഹേ മുദ്രാവാക്യങ്ങൾക്കിടയിൽ ജാഥ മുന്നോട്ട് നീങ്ങി.
സിംഗിന്റെ നൂറുകണക്കിന് അഭ്യുദയകാംക്ഷികൾക്കൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ജബ് തക് സൂരജ് ചന്ദ് രഹേഗ, തബ് തക് തേരോ നാം രഹേഗ എന്ന് ആക്രോശിച്ച് നടന്നു. 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു വിദേശ പ്രമുഖരിൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ വാങ്ചക്, മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് റാഫുൾ എന്നിവരും ഉൾപ്പെടുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരും മുൻ പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനും ത്രിസേനാ മേധാവികളും മുൻ പ്രധാനമന്ത്രിയുടെ ഭൗതികാവശിഷ്ടങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചു. സിദ്ധരാമയ്യ കർണാടകയിൽ നിന്ന്, രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ നിന്ന്, സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിൽ നിന്ന്, അതിഷി ഡൽഹിയിൽ നിന്ന് എന്നിവരുൾപ്പെടെ നിരവധി മുഖ്യമന്ത്രിമാരും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയും സിംഗിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു. ജനുവരി 1 സിംഗിന്റെ വസതിയിൽ അഖണ്ഡ് പാതയും ജനുവരി 3 ഭോഗും നടക്കുമെന്ന് കുടുംബത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. വൈകുന്നേരം ഗുരുദ്വാരയിലെ റക്കാബ് ഗഞ്ചിയിൽ നിന്ന് സിംഗിനുള്ള ആന്റിം അർദാസും കീർത്തനയും നടക്കുമെന്ന് അവർ പറഞ്ഞു. ജനുവരി 3